why AI requires GPUs a lot to run this process? പ്രൈമറിലി നമുക്കൊരു സീൻ ലൈക്ക് ഇപ്പോൾ നമ്മളിരിക്കുന്ന ഒരു സീൻ വെച്ച ഒരു വീഡിയോ ഗെയിമിനകത്ത് അപ്പോൾ നമുക്കത് ഒരു മോണിറ്ററിൽ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ഡിവൈസിൽ റെൻഡർ ചെയ്യണം. അതൊരു സിമ്പിൾ കാൽക്കുലേഷനാണ് ബേസിക്കലി. മേ ബി എൻ്റെ ഫേസിലെ ഒരു പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആയിട്ടായിരിക്കും, റൈറ്റ്? അപ്പം ആ പോയിന്റിന് റിലേറ്റീവായിട്ട് ഇപ്പോൾ അരുണിൻ്റെ ഫേസിൻ്റെ ഒരു പോയിന്റ് എത്ര മാറി എന്ന് കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് അടുത്ത ഫ്രെയിം റെൻഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ബേസിക്കലി നമ്മളൊരു വീഡിയോ ഗെയിമിനകത്ത് നടക്കുന്നത്. ഒരു നോർമൽ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറിക് പ്രോസസ്സറാണ്. അപ്പം ജനറിക് ആയിട്ടുള്ള ഒരു ലാർജ് നമ്പർ ഓഫ് കാൽക്കുലേഷൻസ് ഈ പ്രോസസ്സറിന് ചെയ്യാൻ പറ്റും. ഇനിയും നമ്മൾ ജി പി യിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജി പി യിലും സെയിം ആണ്, മറ്റേ പോലെ ജനറിക് അല്ല. ജനറിക് മീൻസ് അത് ഒത്തിരി ഓപ്പറേഷൻ ടൈപ്സ് സപ്പോർട്ട് ചെയ്യത്തില്ല. ന്യൂറൽ നെറ്റ്വർക്സിൻ്റെ ഫണ്ടമെൻ്റൽ കാൽക്കുലേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്, റൈറ്റ്? സോ അത് ജി പി യുവിന് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും റിലേറ്റീവ് ടു എ നോർമൽ സി പി യു. സോ നമ്മൾ കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് AI. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നമുക്ക് പ്രോബബ്ലി നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പം ക്ലോഡ് കോഡ്, ക്ലോഡ്, ജെമിനി ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ഇന്ന് നമ്മൾ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ്സൊക്കെ നമ്മൾ ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെങ്ങനെ നമ്മുടെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതിനെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഇത്രയും നാളും സംസാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ടുഡേ വി ആർ അഡ്രസ്സിങ് സംതിങ് വിച്ച് ഇസ് ഗോയിങ് വൺ സ്റ്റെപ്പ് ബിയോണ്ട് ഇറ്റ്. നമ്മളിനിയും AI സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മുടെ എനർജി റിസോഴ്സസ് അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് നമ്മളിപ്പോഴേ ഫേസ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജെമിനൈക്കകത്തോ അല്ലെങ്കിൽ ChatGPT-ക്കകത്തോ നിങ്ങളൊരു പ്രോംപ്റ്റ് ടൈപ്പ് ഇൻ ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ഇസ് യൂസിങ് അപ്പ് ലോട്ട് ഓഫ് എനർജി ആൻഡ് ദർസ് ബില്യൻസ് ദാറ്റ്സ് യൂസ്ഡ് അപ്പ് ആൻഡ് ഇറ്റ്സ് ഹാവിങ് ബേണിങ് അപ്പ് എ ലോട്ട് ഓഫ് കോസ്റ്റ് ആസ് വെൽ, റൈറ്റ്? ഇതിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ഇത് നമ്മൾ സോൾവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡൗൺ ദ ലൈൻ ഇറ്റ്സ് ഗോയിങ് ടു ഹാം us, ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബോട്ടിൽ നെക്ക് ഫോർ us. ഇപ്പോഴേ കുറേ ആൾക്കാർക്ക് കുറേ പേര് നമ്മൾ AWS നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ChatGPT നോക്കിയാൽ they ബേണിങ് എ ലോട്ട് ഓഫ് മണി ടു ഗെറ്റ് വൺ ആൻസർ, റൈറ്റ്? ഹൗ ഡു വി സോൾവ് ദാറ്റ്? അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് അലൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് എ പേപ്പർ ദാറ്റ് ഗോട്ട് പബ്ലിഷ്ഡ് ഇൻ നേച്ചർ. So once again, welcome back to Math++ podcast. Today we have Arun and Arvind. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞങ്ങൾ ഇച്ചിരി വേറെ സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ so we thought like we'll experiment with this. അപ്പം ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളോട് പറയാം. അപ്പം യെസ്, സോ നമ്മൾ ഫ്യൂച്ചർ ഓഫ് AI ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രൂ. അപ്പം നമ്മുടെ നമുക്ക് സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ, ലൈക്ക് നമുക്കറിയാം നമ്മുടെ AI കുറേ ഹാർഡ്വെയർ ഒക്കെ കുറേ യൂസ് ചെയ്യും. അപ്പം ഇന്ന് നമ്മൾ ബേസിക്കലി ടച്ചപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം GPUs എന്ന് പറഞ്ഞാൽ നമ്മൾ ടേം കേട്ടിട്ടുണ്ട്, CPUs നമ്മൾ കേട്ടിട്ടുണ്ട്. ലൈക്ക് എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? വൈ AI റിക്വയേഴ്സ് GPUs a lot to run this process? എന്താണ് നമ്മുടെ എനർജി ഇൻ ടേംസ് ഓഫ് എനർജി കോസ്റ്റ്? വൈ ഡസ് ഇറ്റ് ഹാം us? What is the future? What is the better alternative to do all of these things? And നമുക്ക് അങ്ങനെ ഒരു പാത്വേ നമ്മൾ കണ്ടെത്തുന്നുണ്ടോ, അതോ NVIDIA മാത്രമേ ഉള്ള ഒരു കമ്പനി വിച്ച് ക്യാൻ ഡു ഓൾ ഓഫ് ദീസ് തിങ്സ്? അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ മേജർലി ടച്ചപ്പ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, എനിക്ക് തോന്നുന്നു മേജർ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ, why is GPU required? Because ഇത്രയും നാളും GPU ഞാൻ കണ്ടു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ GPU ഗെയിമിങ്. സോ എന്ത് ഗെയിമിങ് നമ്മൾ ചെയ്താലും GPUs നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ പിന്നെ GPUs ഞാൻ അത്രയും ഗെയിം കളിക്കാത്തതുകൊണ്ട് പിന്നെ നമുക്ക് അത്രയും വലിയ ആവശ്യമില്ല. ബട്ട് നൗ GPU is more oftenly called for AI. Like NVIDIA technically ഒരു AI കമ്പനി ആയിട്ടാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. എക്സാക്ട്ലി, കാരണം അത് തന്നെ ഒരു മേജർ ഷിഫ്റ്റ്. അപ്പോൾ എന്താണ് ഈ GPU AI-യുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താ? കാരണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബ്ലോക്ക് ചെയിൻ വന്നപ്പോഴും ലൈക്ക് GPU ഭയങ്കര പോപ്പുലറായി. GPU കിട്ടാനില്ലായിരുന്നു. ഇപ്പോൾ AI വന്നപ്പോഴും സെയിം സാധനം, ലൈക്ക് GPU കിട്ടാനില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഫണ്ടമെൻ്റലി GPU എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് പ്രോസസ്സിങ് യൂണിറ്റ് എന്നല്ല നമ്മൾ പറയുന്നത്. GPU എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറിലി നമുക്കൊരു സീൻ, ലൈക്ക് ഇപ്പോൾ നമ്മളിരിക്കുന്ന ഒരു സീൻ വെച്ച ഒരു വീഡിയോ ഗെയിമിനകത്ത്, അപ്പോൾ നമുക്കത് ഒരു മോണിറ്ററിൽ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ഡിവൈസിൽ റെൻഡർ ചെയ്യണം. അപ്പം
ഡിസ്പ്ലേ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാനലുണ്ട്, ആ പാനലിൽ മൾട്ടിപ്പിൾ പിക്സൽസ് ഉണ്ട്. ആ പിക്സൽസിൽ RGBയുടെ ഏത് വേരിയൻ്റാണ് ആ പിക്സലിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ ഓരോ പിക്സലിനും റിലേറ്റീവായിട്ട് ഏത് കളർ വരണം, അതൊക്കെയാണ് ബേസിക്കലി ആ ഡിസ്പ്ലേ പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പം നമ്മൾ 3 പേരുണ്ട്. അപ്പം ഈ സീൻ നമ്മളൊരു ഗെയിമിൽ റെൻഡർ ചെയ്യുമ്പം ഇപ്പം ഇതൊരു ഫ്രെയിം. ഓക്കെ, നെക്സ്റ്റ് ഫ്രെയിമിൽ മേ ബി ഞാൻ ഇച്ചിരി ഇങ്ങനെ മാറി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കണ്ടേ, ലൈക്ക് എൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ എൻ്റെ ഈ ഫേസിന് റിലേറ്റീവായിട്ട് ബാക്കി ആ ഫ്രെയിമിലുള്ള കാര്യങ്ങൾ എങ്ങനെ മൂവ് ചെയ്തു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, റൈറ്റ്? അതിൽ നമ്മൾ ഒരു ഫ്രെയിമിൽ നിന്ന് അടുത്ത ഫ്രെയിമിലോട്ട് പോകുമ്പോൾ നടക്കുന്നത്. സോ ആ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പം അതൊരു സിമ്പിൾ കാൽക്കുലേഷനാണ് ബേസിക്കലി. ഇപ്പം നമ്മൾ 2D സ്പേസിൽ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലൈക്ക് y2 - y1 x2 - x1. അതല്ലേ നമുക്ക് ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനകത്തെ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇനി 3 ഡയമെൻഷനിലോട്ട് വരുമ്പോൾ X, Y, Z വരും, ലൈക്ക് 3 ഡയമെൻഷൻസ് വരും. അപ്പോൾ അതൊരു ഒരു 1 ഡയമെൻഷണൽ മെട്രിക്സ് ആവും, റൈറ്റ്? സോ ആ ഡയമെൻഷൻ കൂടുമ്പം ആ നമ്പർ ഓഫ് ബേസിക്കലി ആ മെട്രിക്സിൻ്റെ ഡയമെൻഷനും മാറും, റൈറ്റ്? സോ നമ്മൾ ആ 3D സ്പേസ് റെൻഡർ ചെയ്യുമ്പം ലൈക്ക് അതൊരു മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, റൈറ്റ്? അപ്പം നമ്മളിനി തിരിച്ചു വരുമോ, നമ്മൾ ആ പെർട്ടിക്കുലർ സീൻ റെൻഡർ ചെയ്യുക. അപ്പം മേ ബി എൻ്റെ ഫേസിലെ ഒരു പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആയിട്ടായിരിക്കും, റൈറ്റ്? അപ്പം ആ പോയിന്റിന് റിലേറ്റീവായിട്ട് ഇപ്പോൾ അരുണിൻ്റെ ഫേസിൻ്റെ ഒരു പോയിന്റ് എത്ര മാറി എന്ന് കാൽക്കുലേറ്റ് ചെയ്തല്ല നമുക്ക് അടുത്ത ഫ്രെയിം റെൻഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ, റൈറ്റ്? അതൊരു സിമ്പിൾ കാൽക്കുലേഷനാണ്. ലൈക്ക് ഈ പറഞ്ഞ X2 - കറക്റ്റ് കാൽക്കുലേഷൻ എനിക്ക് അറിയില്ല, പക്ഷേ ഇതൊരു മെട്രിക്സ് ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾസോ ഈ ഓപ്പറേഷൻ ലൈക്ക് a lot of times നമ്മൾ ചെയ്യണം അടുത്ത സീൻ റെൻഡർ ചെയ്യും, ബിക്കോസ് നമ്മളിപ്പോൾ ഒരു പോയിന്റിൻ്റെ പൊസിഷനെ കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. സോ അതുപോലെ തന്നെ ലൈക്ക് മേ ബി മില്യൺസ് ഓഫ് പോയിന്റ്സ് കാണും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, എന്തെങ്കിലും നമുക്ക് അടുത്ത സീൻ റെൻഡർ ആവത്തുള്ളൂ, റൈറ്റ്? അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മളൊരു വീഡിയോ ഗെയിമിനകത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് ലൈക്ക് വീഡിയോ ഗെയിം നമുക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഹൈ സെറ്റിങ്സിൽ കളിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ലൈക്ക് അത്യാവശ്യം എക്സ്പെൻസീവായിട്ടും നല്ല GPU മെമ്മറി ഉള്ളതും GPU കോഴ്സ് ഉള്ളതുമായ GPUs വേണം, എന്തെങ്കിലും നമുക്കത് കളിക്കാൻ പറ്റത്തുള്ളൂ. സോ ആ സെയിം പ്രിൻസിപ്പിളാണ് നമ്മൾ AI-ലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബിഫോർ ഗോയിങ് ദെയർ നമുക്ക് നോർമൽ പ്രോസസ്സറും ഒരു GPUവും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാണെന്ന് മനസ്സിലാക്കാം, റൈറ്റ്? ഫസ്റ്റ്, ഒരു നോർമൽ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറിക് പ്രോസസ്സറാണ്. അപ്പം ജനറിക് ആയിട്ടുള്ള ഒരു ലാർജ് നമ്പർ ഓഫ് കാൽക്കുലേഷൻസ് ഈ പ്രോസസ്സറിന് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ മീൻ ചെയ്യുന്ന CPU ലൈക്ക് നമ്മുടെ നോർമൽ പ്രോസസ്സർ ലൈക്ക് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU, അതായത് AMD, Intel അതുപോലത്തെ കമ്പനീസ് നമ്മൾ നോർമലി നമ്മുടെ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന CPU ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ജനറിക് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ലൈക്ക് പല ടൈപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള ഒരു ലാർജ് നമ്പർ ഓഫ് ഓപ്പറേഷൻ സെറ്റ് അത് സപ്പോർട്ട് ചെയ്യും, റൈറ്റ്? എനിക്ക് തോന്നുന്നു അത് മെമ്മറി അതെല്ലാം മാനേജ് ചെയ്യും അല്ലേ? മെമ്മറി അത് ഗിവൺ ആണ്. ഒരു ലൈക്ക് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിനകത്ത് പിന്നെ ഒരു മെമ്മറി യൂണിറ്റ് കാണും, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് കാണും. അതിലോട്ട് ഇങ്ങനെ മെമ്മറി അത് ഒരു ബസ് തമ്മിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഐ മീൻ ആ ഒരു ബസ്സിലൂടെ ഈ 2 കമ്പോണൻസും കണക്ട് ചെയ്തേക്കുന്നത്. ഈ കോൺസെപ്റ്റ് ഫോർ CPU and GPU സെയിം. ഇത് ഒരു ജനറിക് ആർക്കിടെക്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ CPUസും എന്ത് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്യുന്നത്, റൈറ്റ്? സോ അതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മുടെ പ്രോസസ്സറും ലേ ഔട്ട് ചെയ്തേക്കുന്നത്. ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, കോഴ്സ് ഉണ്ട്, മെമ്മറി ഉണ്ട്, 2 കോഴ്സിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഈ കോഴ്സ് ജനറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് നമ്പർ ഓഫ് കാൽക്കുലേഷൻ ടൈപ്സ് അത് സപ്പോർട്ട് ചെയ്യും. അത് പക്ഷേ ഈ നമ്മളിപ്പോൾ ഒരു നോർമൽ ഡെസ്ക്ടോപ്പ് പ്രോസസ്സറോ നോർമൽ ലാപ്ടോപ്പ് പ്രോസസ്സർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് നമ്പർ ഓഫ് കോഴ്സ് ഒരു 12 അല്ലെങ്കിൽ ഒരു 2 ഡിജിറ്റ് കോഴ്സ് ഒക്കെ ആയിരിക്കും ഉള്ളത്. റൈറ്റ്. അപ്പം ഓരോ കോറുമാണ്
എത്ര കോർ ഉണ്ടോ അത്രയുമാണ് പാരലലിസത്തിന്റെ നമ്പർ ഒരു പ്രോസസ്സറുണ്ട്. കാരണം എത്ര 32 കോർ ഉണ്ടെങ്കിൽ 32 ഓപ്പറേഷൻസ് നമുക്ക് പാരലലി ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം 32 ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ അതാണ് ജനറിക് നമ്മുടെ നോർമൽ പ്രോസസ്സർ. ഇനിയും നമ്മൾ ജി പി യിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജി പി യിലും സെയിം ആണ്, ലൈക്ക് മെമ്മറി ഉണ്ട്, പക്ഷേ അതിനകത്ത് നമ്പർ ഓഫ് പ്രോസസ്സിംഗ് കോർസ് എന്ന് പറയുന്നത് വെരി ലാർജ് ആയിരിക്കും, ലൈക്ക് ഇൻ ഹൺഡ്രഡ്സ്, റൈറ്റ്? ഓർ ഇപ്പോഴത്തെ NVIDIA H100 15,000 കോഴ്സ് വെരി ലാർജ്, റൈറ്റ്? പക്ഷേ അതിനകത്ത് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സിന് മറ്റേ പോലെ ജനറിക് അല്ല. ജനറിക് മീൻസ് അത് ഒത്തിരി ഓപ്പറേഷൻ ടൈപ്സ് സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ ജി പി യുവിനകത്തെ കോഴ്സ് ലൈക്ക് ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ സെറ്റ് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, ലൈക്ക് ഒരു വെരി ലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ അതിനകത്തെ ഒരു മെയിൻ കാൽക്കുലേഷൻ അല്ലെങ്കിൽ മെയിൻ ഇൻസ്ട്രക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നത് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും മെട്രിക്സ് ഓപ്പറേഷൻസും. സോ അപ്പം ആ മെട്രിക്സ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു ഗ്രാഫിക്സ് ഒരു സീൻ റെൻഡർ ചെയ്യാൻ വേണ്ട പ്രോസസ്സിംഗ് പവർ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പല പിക്സൽസ് ഉണ്ട്, അപ്പം സെയിം കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. ആ ഫോർമുലയ്ക്ക് അല്ലെങ്കിൽ അൽഗോരിതത്തിന് ഡിഫറൻസ് ഇല്ല. ഒൺലി തിങ് ഈസ് അത് ലൈക്ക് മില്യൺസ് ഓഫ് ടൈംസ് ചെയ്യണം. അപ്പം നമുക്ക് എന്തുവാണ് വേണ്ടത്? ഒരു സിംഗിൾ കോറിലെ പവർ അല്ല വേണ്ടത്. നമുക്ക് പാരലലി എത്ര ആ സെയിം കാൽക്കുലേഷൻ പാരലലി എത്ര പ്രാവശ്യം ചെയ്യാമോ അതാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുന്നത് ആ പ്രോസസ്സിനെ, റൈറ്റ്? സോ ഈ സെയിം പ്രിൻസിപ്പിളാണ് നമ്മൾ AI ഉപയോഗിക്കുന്നത്. സോ ന്യൂറൽ നെറ്റ്വർക്സിൻ്റെ ഫണ്ടമെൻ്റൽ കാൽക്കുലേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്, റൈറ്റ്? സോ അത് ജി പി യുവിന് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ലൈക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും റിലേറ്റീവ് ടു എ നോർമൽ സി പി യു, റൈറ്റ്? അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ജി പി യുസ് പ്രിഫർ ചെയ്യുന്നത് AI റിലേറ്റഡ് പ്രോസസ്സിങ്ങും കമ്പ്യൂട്ടിങ്ങിനും എല്ലാം. എടാ, അപ്പം നീ ഇപ്പോൾ AI വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നോർമലി ഇപ്പം ആൾക്കാർ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ശരിയാണ്. ഇപ്പം നമ്മുടെ നോർമൽ ക്വസ്റ്റ്യൻ വൈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനോ വൈ മെട്രിക്സ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ AI, എന്താണ് അവിടെ നടക്കുന്നത്? എന്താണ് AI നമ്മൾ വർക്ക് ചെയ്യുമ്പം എവിടെയാണ് മെട്രിക്സ് ആക്ച്വലി ആപ്ലിക്കബിൾ ആയി വരുന്നത്? ഈ AI ഡേറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന എല്ലാം മെട്രിക്സ് ആയിട്ടാണ്, ഓരോന്നും ഓരോ ഫീച്ചർ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ പിക്സലിനെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ RGB ഓരോ ഫീച്ചർ ആയിരിക്കും. അതായിരിക്കും നമ്മളിപ്പോൾ മോഡൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഡേറ്റ് ആയിരിക്കും ഇതിൽ പാസ് ചെയ്യുന്നത്. നമ്മളെല്ലാ ഫീച്ചേഴ്സിനെയും നമ്മളൊരു നമ്പർ മെട്രിക്സ് റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുക്കും. അപ്പോൾ എന്നിട്ട് അതൊരു മെട്രിക്സിനകത്ത് വെച്ച് നമ്മൾ എന്നിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യും. അപ്പോൾ ട്രെയിൻ ചെയ്യുമ്പോഴും ബേസിക്കലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫറൻസ് ചെയ്യുമ്പോഴും അഗൈൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫീച്ചർ സെറ്റ് കൂടുന്തോറും നമ്മുടെ മെട്രിക്സിന്റെ ഡയമെൻഷൻ കൂടാൻ. അപ്പോൾ ലൈക്ക് ഈ 70 ബില്യൺ പാരാമീറ്റർ മോഡൽ എന്ന് പറയുമ്പോൾ ഹ്യൂജ് നമ്പർ ഓഫ് മെട്രിക്സസ് ആയിരിക്കും. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പം ഈ കൺവേർഷൻ നമ്മൾ ഏതെങ്കിലും ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്, അതോ ഞങ്ങൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന പൈടോർച്ച് ആണ്. ഇത് ടെൻസർഫ്ലോയും ഈ സെയിം കാര്യങ്ങളൊക്കെ ചെയ്യും. ഗോട്ട് ഇറ്റ്. അപ്പം സോ അതുകൊണ്ട് നമ്മൾ GPUs ഇവിടെ യൂസ് ചെയ്യുന്നു. സോ ബിക്കോസ് ദിസ് ഇസ് ഹൗ ദ റെപ്രസെന്റേഷൻ ഇസ് ബീൻ ഡൺ. അതുകൊണ്ടാണ് ഇപ്പം NVIDIA എന്ന് പറഞ്ഞൊരു GPU കമ്പനി ആയിരുന്നു നേരത്തെ. അവരുടെ പ്രൈമറി കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഗെയിമിംഗ് ഇൻഡസ്ട്രി അതായിരുന്നു. പക്ഷെ ഇപ്പം ലൈക്ക് ഓൾ ദ AI ലാബ്സ് എല്ലാവരുമാണ് ഇവരുടെ പ്രൈമറി കസ്റ്റമേഴ്സ്. ബിക്കോസ് ആ സെയിം യൂസ് കേസാണ് ഇവർ ബേസിക്കലി ചെയ്യുന്നത്, GPUs ചെയ്യുന്നത്. ആ സെയിം ഫിനോമിന കൊണ്ട് തന്നെയാണ് ബ്ലോക്ക് ചെയിൻ വന്നപ്പോഴും GPUs പോപ്പുലർ ആയത്. ബിക്കോസ് സെയിം ലൈക്ക് പാരലൽ കമ്പ്യൂട്ടേഷൻസ് ആണെന്നു നമ്മൾ അവിടെയും ചെയ്യുന്നത്. ബിക്കോസ് ഒരു ബ്ലോക്ക് ചെയിനോട് കമ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മളൊരു സ്പെഷ്യൽ മാജിക് നമ്പർ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണം എന്നുള്ളത് ലൈക്ക് പാരലൽ കമ്പ്യൂട്ടേഷനാണ്. ബിക്കോസ് ലൈക്ക് ട്രയൽ ആൻഡ് എറർ അത് കണ്ടുപിടിക്കുന്നത്. സോ ആ സെയിം യൂസ് കേസ് ആയതുകൊണ്ട് അന്നേരവും GPUs പോപ്പുലറായി. ഓക്കെ, ഗോട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് NVIDIAയുടെ സ്റ്റോക്ക് ഒക്കെ ബിക്കോസ് ഐ തിങ്ക് ദേ വർ ഓൾറെഡി പ്രിപ്പയർഡ് വിത്ത് all of these things because അവർക്ക് ഓൾറെഡി ഈ സാധനങ്ങൾ സെറ്റ്. NVIDIA ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ് വാല്യുബിൾ കമ്പനി നൗ. It's one. NVIDIA എനിക്ക് തോന്നുന്നു വാല്യുബിൾ. NVIDIA ലൈക്ക് വെരി സ്മാർട്ടായിട്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സോഫ്റ്റ്വെയർ സ്റ്റാക്ക് ലൈക്ക് ഒരു പ്രോപ്പർ സോഫ്റ്റ്വെയർ സ്റ്റാക്ക് ഉണ്ടായിരുന്നു, ലൈക്ക് ക്യൂഡ. അതുകൊണ്ടാണ് അപ്പം എന്തു പറ്റി, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമറിന് ആ
GPU ആയിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ ലൈക്ക് കുറച്ചുകൂടി എളുപ്പമായി. ലൈക്ക് അവർ ആ സോഫ്റ്റ്വെയർ സ്റ്റാക്കിലും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. സോ ഇപ്പോൾ പൈറ്റോർച്ച് എടുക്കുവാണെങ്കിൽ തന്നെ പൈറ്റോർച്ച് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫണ്ടമെൻ്റലി പറയുവാണെങ്കിൽ ക്യൂഡയുടെ മണ്ടയിലുള്ള ഒരു അബ്സ്ട്രാക്ഷനാണ് പൈറ്റോർച്ച്, റൈറ്റ്? സോ ആ ക്യൂഡയും കൂടെ ഉള്ളതുകൊണ്ടാണ് NVIDIA അത്രയും അഡ്വാൻറ്റേജസ് പൊസിഷനിൽ നിൽക്കുന്നത്. ഹാർഡ്വെയർ മാത്രമല്ല, ഈക്വലി ഇൻവെസ്റ്റഡ് കാര്യങ്ങളും അവർ ഫോക്കസ് ചെയ്തു. എനിക്ക് തോന്നുന്നു അതൊരു നോർമൽ പാറ്റേൺ ഓഫ് NVIDIA എന്ന് തോന്നുന്നു. അവർ ആ ഒരു സാധനം അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അവർ ആ ബാക്കിയുള്ള അതിൻ്റെ സൈഡ് ഫാക്ടേഴ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിനെ ഒരു ലെവൽ ഡീപ്പറായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ CPU ആൻഡ് GPU കമ്പയർ ചെയ്യുമ്പം നമ്മൾ 3 കാര്യങ്ങൾ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ പാരലലിസം, അത് ഒരു ടോപ്പിക്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് മെമ്മറി. ഇതിൻ്റെ മെമ്മറി കമ്പാരിസൺ ആണ് 2 എണ്ണത്തിനും ചെയ്യുന്നത്. ആൻഡ് മൂന്നാമത് വരുന്നത് വോൺ ന്യൂമാൻ. ആൻഡ് വോൺ ന്യൂമാൻ ഐ തിങ്ക് ഇറ്റ്സ് ദ ബേസിക് ബോട്ടിൽ നെക്ക് ഇപ്പം. ബിക്കോസ് 2 എണ്ണത്തിനും GPU-നാണെങ്കിലും CPU-നാണെങ്കിലും നമ്മൾ ഈ ആർക്കിടെക്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ മെമ്മറിയും പ്രോസസ്സറും ലൈക്ക് 2 സെപ്പറേറ്റ് യൂണിറ്റ്സ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മെമ്മറി പോയിട്ട് തിരിച്ചു വരണം. സോ അതൊരു ബോട്ടിൽ നെക്ക്. കറക്റ്റ്. ഓക്കെ, എന്നുവെച്ചാൽ ഇപ്പം നമ്മളൊരു ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുമ്പം അത് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ആയിരിക്കുമല്ലോ. ലൈക്ക് ഒരു മേ ബി ഒരു അഡീഷൻ കാണും, പിന്നെ ഒരു സബ്ട്രാക്ഷൻ കാണും, പിന്നെ ഒരു അക്യുമുലേഷൻ കാണും, പിന്നെ ഒരു സബ്ട്രാക്ഷൻ കാണും. അങ്ങനെ ആയിരിക്കും ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചോ, അതിനകത്തുനിന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ചോ, അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മൾ തിരിച്ച് മെമ്മറി പോയി ഇത് സ്റ്റോർ ചെയ്യണം, തിരിച്ച് ആ ഡേറ്റ തിരിച്ചു വരണം. ദർ ഇസ് നോ ലോക്കൽ സ്റ്റോറേജ്. അപ്പോൾ ഈ ലോഡിങ് ഓഫ് ഡേറ്റ ഇൻ ടു ദ മെമ്മറി ആണ് one limitation. ഓക്കെ. ആൻഡ് പാരലലിസം നമ്മുടെ ഓഡിയൻസിന് ഇപ്പം എനിക്കറിയാം, നമുക്ക് ചില ആൾക്കാർക്ക് അറിയാം, പക്ഷേ ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ പാരലലിസം? ഇത് എങ്ങനെ മൾട്ടിപ്പിൾ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ കോറിന് കൊടുക്കുവാണോ, അങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് മെട്രിക്സ് ഇപ്പോൾ എടുക്കുവാണെങ്കിൽ ഡിഫറെൻറ്റ് മെട്രിക്സ് ഓപ്പറേഷൻ ഓരോ കോറ് സെപ്പറേറ്റ്ലി ചെയ്തെടുക്കുവാണോ? എടാ, നമ്മൾ പാരലലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ലൈക്ക് അത് നമ്മൾ ആ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനായിട്ട് കൺസിഡർ ചെയ്യരുത്. ഒരു അഡീഷൻ ആയിരിക്കും മേ ബി, ഒരു അറ്റോമിക് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരു ഏറ്റവും സ്മോളസ്റ്റ് ഓപ്പറേഷൻ ഏതാണോ അതാണ് നമ്മൾ പാരലായിട്ട് ചെയ്യുന്നത്, നോട്ട് ദ ഓപ്പറേഷൻ ആസ് എ ഹോൾ. ഇപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് കുറേ സബ്ട്രാക്ഷനും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം കാണും. അതിനകത്ത് ഓരോ സ്റ്റെപ്പുമാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പാണ് നമുക്ക് പാരലൈസ് ചെയ്യാൻ പറ്റുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നീ ഓർക്കുന്നുണ്ടോ? ലൈക്ക് അല്ല, അപ്പം ഞാനാണെങ്കിൽ ഓക്കെ, അപ്പം ബേസിക്കലി നമ്മൾ പറയുന്നത് നമുക്ക് n നമ്പർ ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിനെയാണോ പാരലലി ആക്കുന്നത്, അതോ ഓരോ ഓപ്പറേഷൻ എടാ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ബൈ ഡിഫോൾട്ട് ഓപ്പറേഷൻ ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സീരീസ് ഓഫ് അഡീഷൻസ് വെച്ചിട്ടാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്കറിയില്ല കറക്റ്റായിട്ട്, പക്ഷേ നമുക്കിപ്പം ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് ലെറ്റ്സ് സേ ഇറ്റ്സ് ദാറ്റ്. അപ്പം നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ additions ചെയ്യണമായിരിക്കും, റൈറ്റ്? സോ ഈച്ച് അഡീഷൻ ഈസ് എ അറ്റോമിക് ഓപ്പറേഷൻ. And that operation is what is processed in parallel. Correct. Yes. ഈച്ച് അഡീഷനെയാണ് നമ്മൾ ഡിഫറെന്റ് കോഴ്സിന് കൊടുക്കാൻ പോകുന്നത്. അപ്പം എന്നിട്ട് അവർ പിന്നെ ഗ്രൂപ്പ് ചെയ്ത് ഫൈനൽ റിസൾട്ടോട്ട് കൊണ്ടുവരും. ഓക്കെ, ഫൈൻ. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ കമ്പ്യൂട്ടിംഗ് യൂണിറ്റ്. അതിന് ഈ ഡൊമെയിൻ എന്താണെന്നോ അതൊന്നും അറിയില്ല. അതിനൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യും. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റിലുള്ള ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യും. അല്ലാതെ അത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ അത് മാറ്റർ ചെയ്യുന്നില്ല. ഓക്കെ, ഗോട്ട് ഇറ്റ്. ആൻഡ് നമ്മുടെ ആ തേർഡ് പോയിന്റിൽ നമ്മൾ പറഞ്ഞ പോലെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൻ്റെ ആ ഡേറ്റ ഇത് പറഞ്ഞല്ലോ നമ്മളപ്പം. സോ ബേസിക്കലി നമ്മൾ മെമ്മറിയും ഈ പ്രോസസ്സിങ് യൂണിറ്റുമായിട്ടുള്ള ആ ഒരു ട്രാവൽ അതല്ലേ നമുക്ക് അതൊരു ബ്ലോക്കർ, അത് ഇലക്ട്രിക്കലിയാണ് പോകുന്നത് അല്ലേ ഇപ്പം? electric signals, yes, and that is why it is getting so much electricity is being used to it. അതുകൊണ്ട് മാത്രമല്ല, ലൈക്ക് അത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആസ് എ ഹോൾ ആ പ്രോസസ്സ് എനർജി കൺസപ്ഷൻ കൂടുതലുള്ളതുകൊണ്ട്, ബിക്കോസ് നമ്മൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടല്ലോ. എന്തായാലും ഈ വോൺ ന്യൂമാനകത്ത് നമ്മൾ മെമ്മറിയിൽ നിന്ന്
പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ. പിന്നെ പല കമ്പോണൻസ് ഉണ്ട്. നമ്മളിത് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. കുറേ കമ്പോണൻസ് ഉണ്ട്. അപ്പം ഹീറ്റ് ഡെസിപ്പേറ്റ് ആവും, റൈറ്റ്? അപ്പോൾ ആ ഹീറ്റ് ഡെസിപ്പേറ്റ് ആകുമ്പം നമ്മൾ അഡീഷണൽ കൂളിംഗ് കൊടുക്കണം. കൂളിങ്ങിനും നമുക്ക് എനർജി സ്പെൻഡ് ചെയ്യണം. സോ അങ്ങനെ ആസ് എ ഹോൾ അതൊരു എനർജി എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ. അറ്റ്ലീസ്റ്റ് നമ്മൾ റിലേറ്റീവ്ലി ചിന്തിക്കുകയാണെങ്കിൽ. ഓക്കെ 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 ഗോട്ട് ഇറ്റ്. അപ്പം ഇപ്പം നമ്മൾ ഇത് ഡേറ്റ സെൻറ്ററിൽ ഇടുമ്പം ഇതിൻ്റെ എമൗണ്ട് നമുക്ക് ട്രിപ്പിൾ ചെയ്യും അല്ലേ, അല്ലെങ്കിൽ 100x ആവും. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു GPU നമ്മുടെ CPU ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് സ്പെസിഫിക്കലി കൂളിംഗ് ബിൽഡ് ചെയ്യണമല്ല. അത് അറ്റ് സ്കെയിൽ ആയിരിക്കുമല്ലോ ഡേറ്റ സെൻറ്ററിൽ റൺ ചെയ്യുന്നത്. ആ ഒരു ഐഡിയ. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇത് ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് പ്രോബ്ലം. നമ്മുടെ GPU വേഴ്സസ് CPU എല്ലാ ആർക്കിടെക്ചറും നമ്മൾ നോക്കുവാണെങ്കിൽ ദീസ് ആർ ആർ പ്രോബ്ലംസ്. ആൻഡ് ഇത് സോൾവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ബേസിക്കലി നമ്മുടെ ആ പേപ്പറിനകത്ത് പറയുന്നത്, വിച്ച് ഇസ് ഐ തിങ്ക് ഫോട്ടോണിക്സ്. സോ എക്സാക്ട്ലി ഫോട്ടോണിക്സ് എന്താണ് അവരുടെ കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട്. ഇപ്പം നമുക്ക് മനസ്സിലായി ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്. അപ്പം ഇലക്ട്രിസിറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതെല്ലാം നമുക്ക് മനസ്സിലായി. വാട്ട് ഈസ് ദാറ്റ്? ക്യാൻ വി ആക്ച്വലി അവോയ്ഡ് ദിസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്? സോ നമ്മളിപ്പം പറഞ്ഞല്ലോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് ഒരു ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ. നമ്മൾ AI എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിക്കവാറും ഓപ്പറേഷൻസ് എല്ലാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടേഷൻ വേണ്ടതും, റൈറ്റ്? സോ ആ പെർട്ടിക്കുലർ അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓഫ് n³ ഓഫ് n, വേർ n ഈസ് എ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ മെട്രിക്സ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഓഫ് n³ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം 10 ഐറ്റംസ് ഉണ്ടെങ്കിൽ 10⁻³ ആണ് അതിൻ്റെ കോംപ്ലക്സിറ്റി. വേണേൽ അത് ടൈം ടേക്കനായിട്ട് കൺസിഡർ ചെയ്യാമോ? ഫോർ സിംപ്ലിസിറ്റി നമുക്ക് ടൈം ടേക്കനായിട്ട് കൺസിഡർ ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു ഐറ്റമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് 1 സെക്കൻഡ് എടുക്കത്തുള്ളൂ. 10 ഐറ്റംസ് ഉണ്ടെങ്കിൽ 10⁻³ സെക്കൻഡ്സ് എടുക്കും, റൈറ്റ്? സോ ഇത് നമ്മളിപ്പം ഡേറ്റ സ്ട്രക്ചർ അൽഗോരിതംസ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദ വേർസ്റ്റ് കോംപ്ലക്സിറ്റീസ് ടു ഹാവ് ആണ് ഒരു അൽഗോരിതം. 3 നെസ്റ്റഡ് ഫോർ ലൂപ്പ് ദാറ്റ് ഈസ് ടു സിമ്പിൾ ആക്കാൻ വേണ്ടി. കറക്റ്റ്. സോ അതാണ് നമ്മുടെ പ്രൈമറി ബോട്ടിൽ നെക്ക്, റൈറ്റ്? സോ നൗ ഫോട്ടോണിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു റിസർച്ചിങ് അല്ലെങ്കിൽ ഇപ്പം ലൈക്ക് ആക്ച്വൽ ചിപ്സൊക്കെ ഉണ്ട്, എന്നാലും സ്റ്റിൽ അതൊരു പുതിയ ഒരു തോട്ടാണ്. സോ ഇഫ് യു അത് സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ലൈറ്റ് കാണത്തില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് വൈറ്റ് ലൈറ്റ് ഉണ്ട്, റെഡ് ലൈറ്റ് ഉണ്ട്, ബ്ലൂ ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, റൈറ്റ്? സോ നമ്മളിപ്പം നോക്കുവാണെങ്കിൽ നമ്മൾ പല ലൈറ്റ് തമ്മിൽ നമ്മൾ ഇൻറ്റർസ്പേഴ്സ് ചെയ്യുമ്പം നമുക്ക് ചിലപ്പോൾ പുതിയൊരു കളർ കിട്ടും, റൈറ്റ്? നമ്മൾ ലൈറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതും മെട്രിക്സ് വെച്ചിട്ടാന്ന് വെച്ചു, മെട്രിക്സ് വെച്ചിട്ടാണ്. ഓക്കെ. സോ ദെൻ ആ പ്രോസസ്സിൽ നടക്കുന്നത് ബേസിക്കലി ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്, റൈറ്റ്? എന്ന് വെച്ചാൽ നീ പറയുന്നത് 2 ഡിഫറെൻറ്റ് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് കൊളൈഡ് ചെയ്യുമ്പം ബേസിക്കലി ഇഫ് ദ ഡേറ്റ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ മെട്രിക്സ് മെട്രിക്സ് ആണെങ്കിൽ അവിടെ ഒരു ക്രോസ് വരുന്നുണ്ട്. കറക്റ്റ്. ആ ക്രോസ് വരുന്നുണ്ട്, അവിടെ ആ കമ്പ്യൂട്ടേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് കമ്പ്യൂട്ടേഷൻ ഈസ് ഹാപ്പനിങ് ഫോർ ഫ്രീ. because it's just physics, right? നമ്മളതിന് പുതിയതായിട്ട് കമ്പ്യൂട്ടേഷൻ ഒന്നും കൊടുക്കണ്ട, അതിലേക്ക് വളരെ നാച്ചുറലി സംഭവിക്കുന്നത്, റൈറ്റ്? സോ നൗ ഇപ്പം അത് അവിടെ നടക്കുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ലൈക്ക് ഫണ്ടമെൻ്റലി. അപ്പം ആ പെർട്ടിക്കുലർ അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി ഓഫ് n³ ചെയ്യുന്ന ലീനിയർ ടൈമായി, ലൈക്ക് ഓഫ് 1 ആയി മോസ്റ്റ്ലി, ലൈക്ക് വെരി സിംപ്ലി, റൈറ്റ്? സോ ഓഫ് n³ ഓഫ് 1 like massive difference. Yeah, very massive difference. And like O1 ആണോ O(n) ആണോ? O(n) linear time. Okay. അപ്പം ലൈക്ക് നമുക്കൊരു മാസീവ് എഫിഷ്യൻസി ഗെയിൻ കിട്ടി. ട്രൂ, റൈറ്റ്? സോ നൗ ഇതിന് കൂളിങ്ങും വേണ്ട, അതിനകത്ത് ഹീറ്റ് ഒന്നും ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല. സോ ഈ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഈ ഒരു തോട്ട് ഈസ് സപ്പോസ് ടു ബി വെരി എനർജി എഫിഷ്യൻറ്റ്, വെരി അഡ്വാൻറ്റേജസ്. അപ്പോൾ എനിക്കൊരു സംശയം, അപ്പം ഇത് നമ്മൾ ഓൾറെഡി ഇപ്പം ഇൻ്റർനെറ്റിൻ്റെ അക്രോസ് ഫൈബർ ഓപ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം
ഇത് അവരിങ്ങനെ ചിന്തിച്ചില്ലേ? എടാ ഇതൊരു ഫോട്ടോണിക്സ് എന്നൊരു പുതിയ ഫീൽഡൊന്നും അല്ല. ഓക്കെ, ലൈക്ക് ഇത് ലൈക്ക് കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉള്ള കാര്യമാണ്. പിന്നെ അത് ലൈക്ക് 2 ഡിഫറെന്റ് പ്രോബ്ലംസ് അല്ലേ. നീ പറഞ്ഞ ഡേറ്റ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്നതും ഇവിടെ ഡേറ്റ ഓപ്പറേഷൻ അല്ലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ആൻഡ് നമ്മൾ ലൈറ്റ് വെച്ചിട്ട് അപ്പം പല എങ്ങനെ ഇപ്പം നമുക്ക് ഡേറ്റ വരുന്നത് ഡിജിറ്റലിയാണ്, നമുക്കത് ഒപ്റ്റിക്കലി അത് കൺവേർട്ട് ചെയ്യണം, എന്നാലും നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെയിം തിരിച്ച് ഇപ്പം വോൺയുമാൻ ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമ്പം ഒപ്റ്റിക്കലി കൺവേർട്ട് ചെയ്യണം, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഡിജിറ്റലി കൺവേർട്ട് ചെയ്യണം. അതാണ് ലിമിറ്റേഷൻ, റൈറ്റ്? Why it's not that feasible maybe. Got it. അപ്പോൾ ടു പുട്ട് എവറിത്തിങ് ഇൻ ക്ലിയർ, അപ്പോൾ ഇൻ പിക്ചർ ബേസിക്കലി നമ്മളിപ്പോൾ സംസാരിച്ചതെന്ന് വെച്ചാൽ ഇത്രയും നേരം ഇപ്പം എല്ലാം നമ്മുടെ പ്രോസസ്സിങ് യൂണിറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇത് കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒത്തിരി ഇലക്ട്രിസിറ്റി ഒത്തിരി എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അരവിന്ദ് പറഞ്ഞ പോലെ ദിസ് ഫോട്ടോണിക്സ് ബേസിക്കലി എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോൺസെപ്റ്റ് ദാറ്റ് ഹാപ്പൻസ് naturally because due to two light interfering with each other. അപ്പം either അവിടെ ഒരു addition നടക്കും അല്ലെങ്കിൽ subtraction നടക്കും based on whatever phases they go through, and since it happens naturally we don't have to burn a lot of we don't have to develop a new computation or something like that because it automatically രണ്ടെണ്ണം happen ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിത് പറയുമ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, രണ്ട് ലൈറ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് ചെയ്യുമ്പം ഒരു അഡീഷണലി സബ്ട്രാക്ഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളപ്പം ഈ ലൈറ്റിൻ്റെ ബേസിസിൽ നമ്മൾ ഡേറ്റ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? ഓക്കെ, സോ ദാറ്റ് മീൻസ് യു വിൽ ഹാവ് ഇപ്പം നമുക്ക് വരുന്ന ആർക്കിടെക്ചറിലുള്ള എല്ലാ സിഗ്നൽസും നമ്മൾ ഈ ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഈ പേപ്പർ എന്താ പറയുന്നത്? നമുക്ക് ചെയ്യാം. ഇപ്പോഴും നമുക്ക് ആ ഒരു ടെക്നോളജി ഉണ്ട്. ലൈക്ക് ഇപ്പം നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ പോകുന്നത് ഡിജിറ്റലിയാണ്. അത് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിൽ ചെല്ലുന്നതിന് മുമ്പ് അത് കൺവേർട്ട് ചെയ്യണം, ഒപ്റ്റിക്കലി കൺവേർട്ട് ചെയ്യണം ആ സിഗ്നലിനെ. അത് അപ്പുറത്തെ എൻഡിൽ ആ ഒപ്റ്റിക്കൽ സിഗ്നൽ നമ്മൾ തിരിച്ച് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം, റൈറ്റ്? സോ അത് ഓൾറെഡി നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി കൂടിയാലല്ലോ നമുക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടേഷൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബിക്കോസ് ഇതിപ്പോൾ ഒരു കോറിന് വേണ്ടി മാത്രം നമ്മൾ കൺവേർട്ട് ചെയ്താൽ പോലും നമുക്ക് ആ ഇപ്പോൾ ഉള്ള എഫിഷ്യൻസി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ലിറ്ററലി കൺവേർട്ടിങ് ഫോർ ഓൾ ദ കോഴ്സ്. എനിക്ക് തോന്നുന്നു മറ്റേ ആ പ്രോസസ്സിംഗ് പാർട്ട് ഇത് സോൾവ് ആണെന്ന് തോന്നുന്നു. മറ്റേ സറൗണ്ടിങ് ബോട്ടിൽ നെക്സ് ആണെന്ന് തോന്നുന്നു ഇത് പ്രാക്ടിക്കാലിറ്റിയിൽ കൊണ്ടുവരാൻ. എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പം ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം വുഡ് ബി സോൾവ്, ബട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സൈഡ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ കൺവേർഷൻ ഓഫ് ഡിജിറ്റൽ ഓപ്റ്റിക്കൽ മെമ്മറി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോഴും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെമ്മറി ഇന്റൻസീവ് അല്ലേ, ഡിപെൻഡിങ് ഓൺ ഹൗ മച്ച് മെമ്മറി യു ഹാവ്. കാരണം അവിടെ ലോഡ് ചെയ്തെങ്കിൽ മാത്രം മെമ്മറിയിൽ ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ, ഗോട്ട് ഇറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ഇനിയും ഈ NVIDIA ഇത് ചെയ്യുന്നുണ്ടോ? എന്തായിരിക്കും ഇപ്പോൾ NVIDIA ബേസിക്കലി ഇലക്ട്രിക്കലി സിഗ്നൽസ് ഇത് കൊണ്ടുവരും. അപ്പോൾ NVIDIA ഇത് ഇത്രയും നാളെ റിസർച്ച് ചെയ്തിട്ടില്ലേ? ലൈക്ക് NVIDIA ചെയ്തിട്ടുണ്ട്, ഓഫ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, റിസർച്ച് ആൻഡ് ഇപ്പം നമ്മൾ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോണിക്സ് അപ്പം നമ്മുടെ മെട്രിക്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് ഓൺ എ പ്രൊഡക്ഷൻ സ്കെയിൽ ഇപ്പോൾ ഇനി ഇതിനെ ചിപ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഡെഫിനറ്റ്ലി ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ബേസിക്കലി എന്താണ് ഇതിൻ്റെ ഒരു ബ്ലോക്കർ? വൈ ഈസ് ഇറ്റ് നോട്ട് ദെയർ? വൈ കാണ്ട് ഇറ്റ് ബി ദെയർ ഓൺ ദ ചിപ്സ് റൈറ്റ് നൗ ഇറ്റ് സെൽഫ്? എനിക്ക് തോന്നുന്നത് ലൈക്ക് നമ്മളിപ്പോൾ ഇപ്പം നമുക്കുള്ള ചിപ്സ് ലൈക്ക് ഒരു എവല്യൂഷൻ കഴിഞ്ഞ് വന്ന ചിപ്സ്. ലൈക്ക് ഇപ്പം നമ്മളൊക്കെ മൂർസിലോ ഉണ്ടായിരുന്നു, അപ്പം ഓരോ വർഷവും ഇത് ഇത്ര % ഇമ്പ്രൂവ് ആവുമെന്നാണ് ആ ലോ പറയുന്നത്. അപ്പം അതൊരു 20-25 അറ്റ്ലീസ്റ്റ് ഒരു 20-25 ഇയേഴ്സ് ആയിട്ട് നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സിസ്റ്റം അത്. അപ്പം ആ ചിപ്പും ആ എവല്യൂഷനിൽ കൂടെ പോയിട്ടുണ്ട്, അതിൻ്റെ ചുറ്റുമുള്ള കമ്പോണൻസും ആ എവല്യൂഷനിൽ കൂടെ പോയിട്ടുണ്ട്. സോ ആ സെയിം കാര്യം അല്ലെങ്കിൽ ഇൻ സം കപ്പാസിറ്റി ഫോട്ടോണിക്സിൽ സംഭവിച്ചാലേ അത് ആ ഒരു സെയിം എഫിഷ്യൻസി അല്ലെങ്കിൽ ആ സെയിം കമ്പയറബിലിറ്റിയിലോട്ട് വരത്തുള്ളൂ. സോ ഇപ്പോഴും ഐ തിങ്ക് ഇതൊരു പുതിയ ടെക്നോളജിയാണ്. ഇപ്പോഴും എനിക്കൊന്നും ഒരു കമ്പനിക്ക് ചിപ്പ് ഇറക്കിയിട്ടുണ്ട്, ലൈക്ക് ഒരു ഫോട്ടോണിക് ചിപ്പൊക്കെ ഉണ്ട് ആക്ച്വലി. പക്ഷേ ആ സെയിം ആ ടെക്നോളജി മച്ചുവറാണ്.
അതിൻ്റെ ചുറ്റുമുള്ള കമ്പോണൻസ് മച്ചുവർ ആവണം. ബിക്കോസ് ഇൻ ദ എൻഡ് നമ്മൾ മറ്റേ ഇലക്ട്രോണിക്സിനകത്ത് നമുക്ക് 2 സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, 0 or 1. പക്ഷേ ഫോട്ടോണിക്സിൽ നമുക്ക് മേ ബി ആ നമ്പർ കൂടുതലായിരിക്കും. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. ഓക്കെ. അപ്പം ഞാൻ നോക്കുമായിരുന്നു ഇങ്ങനെ NVIDIAയുടെ ആ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചായിരുന്നല്ലോ, ലൈക്ക് NVIDIA റിസർച്ച് ചെയ്തിട്ടില്ലേ. അപ്പം ബേസിക്കലി they have started researching on by 2016 itself. അപ്പം they are already there in the game. I think he is just waiting to get the നമ്മുടെ അതിൻ്റെ സൈഡ് എഫക്റ്റിംഗ് ഫാക്ടേഴ്സ് എല്ലാം ഫിക്സ് ചെയ്തിട്ട് പുള്ളി, ബിക്കോസ് കമ്പ്യൂട്ടേഷൻ ഇസ് മോർ ഈസിയർ, അത് സോൾവ് ആണെന്ന് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ്സ് ദ ലാസ്റ്റ് പ്രോബ്ലം ദാറ്റ് ഹി വുഡ് ബി പുട്ടിങ് ഹിസ് ഹെഡ് ഇൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡേറ്റാ സെൻറ്റേഴ്സിൽ റീസെൻറ്റ് 2025 വന്ന കോൺഫറൻസിൽ he released hardware which tells that ഈ ഡേറ്റാ സെൻറ്റേഴ്സിൽ നമുക്ക് ഈ ട്രാൻസ്ഫർ വെൻ മൾട്ടിപ്പിൾ GPUs are fit in, അതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ അവൈലബിൾ സ്പീഡർ ആക്കാൻ വേണ്ടി, ഫാസ്റ്റർ ആക്കാൻ വേണ്ടി ഫോട്ടോണിക് ആണ്. NVIDIA basically have invented, so that is the switch of data transfer. അത് പ്രോസസ്സിംഗ് യൂണിറ്റിലോട്ടല്ല, ബേസിക്കലി നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവർ ബേസിക്കലി എന്തുവാ ഈ ഒരു ഫോട്ടോണിക്സ് ആണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ദേ ആർ സീയിങ് ട്രെമെൻഡസ് ഇംപ്രൂവ്മെൻറ്റ് ആസ് ഇൻ ലൈക്ക്, സോ ഇറ്റ് ഗിവ്സ് us a validity that this will be going forward. ഇത് നമുക്ക് ഓപ്റ്റിമൈസേഷൻ ഒരു ബെറ്റർ പാത്ത് വേ ആയിരിക്കും, ബിക്കോസ് അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട്. പിന്നെ ഒരു ക്വച്ച് സ്റ്റോറി എന്ന് വെച്ചാൽ ഞാൻ മറ്റേ നമ്മുടെ TBI കാലമൊക്കെ ഓർമ്മ വരുവാണെങ്കിൽ, സോ വെൻ വി സ്റ്റാർട്ടഡ് എ സ്റ്റാർട്ടപ്പ് ഓൾസോ ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് ഐഡിയ വാസ്, അന്ന് ഇച്ചിരി കിഡിഷ് ആണെങ്കിൽ പോലും ഡേറ്റ ട്രാൻസ്ഫർ ത്രൂ ലൈറ്റ്. അതായിരുന്നു നമ്മൾ ചെയ്ത എക്സ്പീരിയൻസ്. നമ്മൾ ആസ് ഇൻ ലൈക്ക് ദാറ്റ്സ് ഹൗ വി സ്റ്റാർട്ടഡ് ഡിസ്കസിങ്. ഇപ്പോൾ അത് ഓർക്കുമ്പം യു കമ്മിങ് ബാക്ക് ടു ദാറ്റ് പ്രോജക്റ്റ് ഇറ്റ് സെൽഫ്, ലൈക്ക് ദ തിങ്സ് ഹാവ് ടു ബി ട്രാൻസ്ഫേർഡ് വയ ലൈറ്റ് ടു ഗെറ്റ് അറ്റ്മോസ്റ്റ് എഫിഷ്യൻസി. വേറെ അപ്പം ഓക്കെ, നമുക്കിപ്പോൾ മനസ്സിലായി ഫോട്ടോണിക്സ് യൂസ്ഫുൾ ആണ്, ഫോട്ടോണിക്സ് ആണ് ദ വേ ടു ഗോ, ഓർ ഇറ്റ് സംവെയർ ലീഡ്സ് us to a good pathway to get that efficiency. And if that efficiency is achieved, നമ്മുടെ ഈ scaling problem that we are facing right now in data centers and all of these problems could be solved. And still it's in theory, not very much into practical. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ what would be the other alternatives people are already looking into? Like ഇപ്പോൾ കുറേ പേര് ബില്യൺസ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു മേജർ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസിന് നമുക്കൊരു ക്വസ്റ്റ്യൻ കാണും, ലൈക്ക് ഫോട്ടോണിക്സ് ശരിയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ആ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എവിടെയാണ്? ലൈക്ക് വൈ നോട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കാൻറ്റ് ബി അൻ അതർ സോഴ്സ്? എനിക്കൊന്ന് ഇപ്പം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനകത്തും ലൈക്ക് നോർമൽ പ്രോസസ്സറിനകത്തും നമ്മൾ സെയിം അൽഗോരിതമാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ ദ കോംപ്ലക്സിറ്റി റിമെയിൻസ് ദ സെയിം, റൈറ്റ്. ഇറ്റ്സ് NQ ഓഫ് NQ. അതാണ് ഫോട്ടോണിക്സിനെ ലൈക്ക് ഡിഫറെൻ്റ് ആക്കുന്നത്. അവിടെ ഇറ്റ്സ് ലീനിയർ ടൈം. സോ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിലപ്പം ആ പ്രോസസ്സ് എഫിഷ്യൻ്റ് ആക്കാം, ലൈക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാം, പക്ഷേ സ്റ്റിൽ കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ കൂടുതൽ എഫിഷ്യൻ്റ് ഫോട്ടോണിക്സിലായിരിക്കും. വേറെ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് ഉണ്ട് തോന്നുന്നു, ലൈക്ക് ക്വാണ്ടം അതും ഈ എനിക്കൊന്ന് ആ ടെക്നോളജിയും ഇവോൾവ് ചെയ്ത് വരണം. ഇവോൾവ് ചെയ്ത് വരുമ്പോൾ മേ ബി അതും ഫീസിബിൾ ആവാം. Got it. I think, yeah, so with that I think we have covered almost നമ്മുടെ ഈ പേപ്പർ ഒരു എക്സൈറ്റിംഗ് പേപ്പർ ആയതുകൊണ്ടാണ് നമ്മളിത് വായിക്കാൻ ഓർത്തത്, because this is something where it is very different and very relevant to the current situation that we are going through. ഇപ്പോൾ ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പം ലാൻഡ് മേടിക്കുകയാണെങ്കിൽ തന്നെ കുറേ ആൾക്കാർ ഡേറ്റാ സെൻറ്റേഴ്സിന് വേണ്ടി വരുന്നുണ്ട്. ലൈക്ക് മൈക്രോസോഫ്റ്റ് ഇസ് ഇൻവെസ്റ്റിംഗ് എ ലോട്ട്. ചില ആൾക്കാർ സ്പേസിൽ ഇനിയും മൂണിൽ കൊണ്ട് ആക്ച്വലി ഒരു ജോബ് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, ലൈക്ക് ഡേറ്റാ സെന്റർ എഞ്ചിനീയർ ഇൻ സ്പേസ്. Oh my god, like something along those lines. Okay. Like because NVIDIA ഒരു ജോബ് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. Okay, because എനിക്ക് തോന്നുന്നു അവർ പറയുന്നത് വെച്ചാൽ സൺ ഡയറക്ട്ലി എന്തോ ലൈറ്റ് സംതിങ് റിലേറ്റഡ്, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ്. പിന്നെ കൂളിംഗ് എഫക്റ്റ് എന്തോ, ഐ ഹാവ് നോട്ട് റിസർച്ച്ഡ് മച്ച്, ബട്ട് ദാറ്റ് വെൻ ദിസ് വാസ് a topic when I was reading,
I found that these were the reasons why they are planning to take it to the space and sort of things, like Google as well as investing over there. പക്ഷെ എന്ത് വന്നാലും ലൈക്ക് ദിസ് വാസ് എൻ അതർ ഓൾട്ടർനേറ്റീവ് ദാറ്റ് വി ഫൗണ്ട് ദാറ്റ് യുനോ AI could be scaled. ഇങ്ങനെ കമ്പ്യൂട്ടേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് എർത്തിൽ തന്നെ നമുക്ക് ഡേറ്റാ സെൻറ്റേഴ്സ്. പിന്നുള്ള വലിയ പ്രോബ്ലം ഞാൻ കാണുന്നത് ലാൻഡാണ്. ലാൻഡ് വിത്ത് ഓൾ ഓഫ് ദീസ് എഫിഷ്യൻസി, ബിക്കോസ് ഡേറ്റാ സെൻറ്റേഴ്സ് ചുമ്മാ ഒരു ലാൻഡിൽ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് പീപ്പിൾ ലിവിങ് ഓവർ ദർ. സോ ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് റിസോഴ്സസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു പ്രോബ്ലം. ബട്ട് ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ ഗുഡ്. Yes, that comes later. Yeah, so hope you guys understood and hope you had a good time listening to us. എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ ഒരു ഫൈൻഡിങ്ങോ നിങ്ങൾ ഇതിനെക്കുറിച്ച് വേറെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓൾസോ നമ്മളും റോങ് ആവാം. യെസ് നമുക്കും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് പോയിന്റ് ഔട്ട് ചെയ്യാം. Please do correct us as well in the comments. So till we meet in the next episode, this is we signing off. Bye bye. Bye.